ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ ഫിനോമിനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. പുതിയ വീഡിയോ മാത്രമല്ല, പുതിയൊരു സെഗ്മെൻ്റ് ആയിട്ട് തന്നെയാണ്. സെഗ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങാൻ പോകണം. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സീരീസ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഗെയിമിങ്ങിൻ്റെ എമംഗ് അസും WWE ഓൾ സ്റ്റാർസും മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എമംഗ് അസിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ എമംഗ് അസിൻ്റെ പുറകെ ഉണ്ട്. അപ്പോൾ ഈ സീരീസ് നമ്മൾ ഏത് ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ മൈൻഡ് ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഓരോ സീരീസ് എപ്പിസോഡ് ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ ഇടുന്നത്. ഫസ്റ്റ് പാർട്ടാണിത്. ഇതിൽ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഒരു വീട് പണിയും ചിലപ്പോഴാണ് സമയം കിട്ടുമെങ്കിൽ മാത്രം ഒരു വീട് പണിയും. പിന്നെ നമ്മളിവിടെ ഫുള്ളും എക്സ്പ്ലോറും അതിൻ്റെ ഗെയിം പ്ലേ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണിൽ നിന്ന് ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഇപ്പം നമ്മളിന്നൊരു വീട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച വീടുകളായിരുന്നു. ഒരുവിധം ഒരു വില്ലേജ് പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നല്ല ഉണ്ടാക്കണേ. കാരണം നമുക്ക് ഇവിടെ ഞാൻ വെറുതെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണതാണ്. അപ്പോൾ പരമാവധി ഇപ്പോൾ മൈൻഡ് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് മാത്രം കാണണം എന്നല്ല ഞാൻ പറയണത്, അവരും കാണാൻ പറ്റില്ല. എപ്പോഴും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ മൈൻഡ് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ നമ്മുടെ കാണാം, എല്ലാ സീരീസ്. അപ്പോൾ ഓരോ എപ്പിസോഡ്. അപ്പോൾ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക. കാരണം എനിക്കൊരുവിധം സബ്സ്ക്രൈബർ കുറവാണ്. അപ്പോൾ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിവിടെ നിന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇതൊക്കെ നേരത്തെ ഈ ഒരു ചെറിയൊരു മോഡൽ വീടാണ് നമ്മൾ ഒരുവിധം വലിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുള്ളായിട്ട് വീട് പണിയുന്നില്ല. ഒരു ചെറിയൊരു ഭാഗം നമ്മൾ പണിത് വെച്ചിട്ട് വാട്ടർ ഫ്രണ്ടായിട്ടുള്ളൊരു വീടാണ് നമ്മൾ പണിയുന്നത്. അപ്പോൾ ഫുള്ള് നമ്മൾ പണിയുന്നില്ല. ഒരു സൈഡിലായിട്ട് നമ്മൾ വാട്ടർ ഫ്രണ്ടായിട്ട് വെക്കണേ, വാട്ടർ ഫ്രണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ് നമ്മൾ. ഗൈസ്, അതെ അവിടെ ഒരു ഗുഹ പോലെ എന്തോ ഉണ്ട് മലയുടെ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് അവിടെ കൂടെ പോവാം. ഓരോ ക്രിയേഷൻസാണ് ഗൈസ് ഇത്. നമുക്ക് പറക്കാൻ പറ്റും. പിന്നെ ഗെയിം പ്ലേയിലേക്കും പോകാം നമുക്ക്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ലാഗുണ്ട്, അതുകൊണ്ടാണ് ഒരു ഇത് പറ്റിയത്. നമുക്ക് പറക്കാൻ പറ്റും. പറക്കൽ നമ്മുടെ സർവൈവൽ, നമ്മൾ ക്രിയേറ്റീവാണ് ഡൗൺലോഡ് ചെയ്യണേ. ക്രിയേറ്റീവിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. സർവൈവലിൽ അത് പറ്റില്ല. ലൈഫും ഉണ്ട്. നമ്മുടെ മൃഗങ്ങളും അനിമൽസും വില്ലേജസൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും. കാരണം ഇതിൽ നമ്മൾ അറ്റാക്കും ഒന്നും ചെയ്യില്ല നമ്മളെ. അതൊരു ഗുണമാണ് നമുക്ക്. രാത്രിയായാലും ഒന്നും അങ്ങനെ ചെയ്യില്ല. സോംബീസ് അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ പറ്റില്ല. ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ക്രിയേറ്റീവ്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ബ്ലോക്സും എല്ലാ സാധനവും നമുക്ക് ഫ്രീ ആയിട്ടാണ് എന്തോരം വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊരു നമുക്ക് ഇതിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകണം. നമ്മൾ ലൊക്കേഷൻ അവിടെ ഒരു വാട്ടർ ഫ്രണ്ട് ആയിട്ട്. അപ്പോൾ നമുക്ക് ബെഡ് നമ്മളെപ്പോഴും ചെയ്തിടണം. അപ്പോൾ നമുക്ക് ബെഡ് നമ്മളെപ്പോഴും ചെയ്തിടുമ്പോൾ നമുക്ക് രാത്രി ആവുകയാണെങ്കിൽ നമ്മൾ ബ്ലെഡ് ഇട്ട് നമുക്ക് പെട്ടെന്ന് രാവിലെ ആക്കാം. രാത്രി ചെയ്യേണ്ട കുഴപ്പമൊന്നുമില്ല. രാത്രി ചെറിയ ഇരുട്ടായി അപ്പോൾ നമുക്ക് വേഗം ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ബെഡ് ഇടുമ്പോൾ അതിൻ്റെ ആ കുഴപ്പമില്ല. നമുക്ക് ഓരോ ബ്ലോക്സും കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലോക്സ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓളായിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ബ്ലോക്സ് കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ബ്ലോക്സൊക്കെയാണ് ഇത്. ഇത് കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള ബ്ലോക്സ് നമുക്ക് ഇതിലുള്ളതാണ്. അപ്പോൾ ഇത് ഡാർക്ക് ഓക്ക് വുഡ് പ്ലാങ്ക്സ് ആണ്. ഇതൊക്കെ പ്ലാങ്ക്സ് ആണ്. ഇനി നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഐറ്റംസ് നോക്കാം. അതിൽ നമുക്ക് ഓരോ ബ്ലോക്കും കാര്യങ്ങളും ടോർച്ച്, സ്റ്റിക്ക്, ബെഡ്സ് അങ്ങനെ വല്ലതും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം. പിന്നെ നാച്ചുറായിട്ടുള്ള കുറേ ബ്ലോക്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നീതർ ഹാർട്ട് ബ്ലോക്കൊക്കെ പറഞ്ഞ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഗെയിമിൻ്റെ. ഇതൊക്കെ എന്ത് വേണമെങ്കിലും എടുക്കാം നമുക്ക് ആവശ്യമുള്ളതൊക്കെ. അപ്പോൾ ഇനി പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലുള്ള മിക്കതും സെർച്ച് ചെയ്യാൻ പറ്റും. സ്റ്റോൺസ്, വുഡ്സ് അങ്ങനെയുള്ള പലതും നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. നേച്ചറായിട്ടുള്ളതാണ് നമ്മളിവിടെ. പിന്നെ സെർച്ച് ചെയ്തെടുക്കുമ്പോൾ ആവശ്യമുള്ള എല്ലാം സെർച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ സെർച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പലതും ഇപ്പോൾ ഗ്രാനൈറ്റ് ഇപ്പോൾ നമുക്കിവിടെ നാച്ചുറലായിട്ടുള്ള പിന്നെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇതിലുള്ളതാണെങ്കിൽ നമുക്കത് കിട്ടും. നമ്മൾ ലാവ സെർച്ച് ചെയ്യുമ്പോൾ വാട്ടർ സെർച്ച് ചെയ്യുമ്പോൾ വാട്ടർ, അങ്ങനെ പലതും കിട്ടും. നമുക്ക് ടോർച്ച് അങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ആവശ്യമുള്ള സാധനങ്ങളും എടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള ലൊക്കേഷനിലേക്ക് നമ്മൾ പോവാണ്. നമുക്ക് ലൊക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നോട്ട് ബ്ലോക്ക് നമുക്ക് വീട് പണിയാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഡേർട്ട് എടുക്കണം. അപ്പോൾ ഡേർട്ട് വേഗത്തിൽ എടുക്കാൻ വേണ്ടി നമ്മൾ ഡേർട്ടിന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ട ഡേർട്ട് വരും. നമുക്ക് ഡേർട്ടിന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഡേർട്ട് സെർച്ച് ചെയ്തപ്പോൾ ഡേർട്ട് കിട്ടി ഗൈസ്. ഡേർട്ട് സെർച്ച് ചെയ്തു.
ഇപ്പോൾ ഡേർട്ട് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ഡേർട്ട് കിട്ടി. പിന്നെ നമുക്ക് ഡാർക്ക് ഓക്ക് പ്ലാങ്ക് വേണം. അപ്പോൾ അതിൻ്റെ വുഡ് പ്ലാങ്ക് വേണം. അപ്പോൾ അത് നമ്മൾ ഒരു വീടിൻ്റെ ഒരു ഇത് പണിയാൻ വേണ്ടി മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. നമുക്ക് വീടിനാവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഒരുവിധം എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡാർക്ക് ഓക്ക് പ്ലാന്റ് എടുത്തു. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡാർക്ക് അങ്ങനെ നമുക്ക് വീടിന് ആവശ്യമുള്ള പിന്നെ ഡേർട്ട് വേണം. ഡേർട്ട് നമ്മൾ സെർച്ച് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഓരോ മൂവും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് കുഴി അങ്ങനെ പോയതാൽ നമുക്ക് ഡേർട്ട് അവിടെ വെച്ച് ഫില്ല് ചെയ്യണം. അപ്പോൾ പിന്നെ ആക്സ് എടുത്തു. പെട്ടെന്ന് കുഴിക്കാൻ നമ്മൾ ആക്സ് എടുക്കുന്നുണ്ട്. ഏതെങ്കിലും നെതറൈറ്റ് പിക്കാസാണ് നമ്മൾ എടുക്കണത്. അപ്പോൾ പിക്കാസ് എടുത്തു. പിന്നെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മളങ്ങനെ ഗ്രാസ് ഡേർട്ട് എടുക്കണം. നമ്മൾ ഗ്രാസ് ഡേർട്ട് എടുക്കുന്നുണ്ട്. ഗ്രാസ് ഡേർട്ട് എടുത്തപ്പോൾ നമുക്ക് ആ ഫില്ല് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫുള്ളും വീട് നമ്മൾ ഫുള്ളായിട്ട് തന്നെ പണിയണില്ല. അത് അടുത്ത പാർട്ടിലാണ്, പാർട്ട് 2-ലാണ് വരുള്ളൂ. പിന്നെ സീരീസിൻ്റെ പാർട്ട് 2-ലാണ് വീട് ഫുള്ളായിട്ട് പണിയണത് വരുള്ളൂ. അല്ലെങ്കിൽ ഒരുവിധം പണിയണത് വരും. കാരണം നമ്മൾ അങ്ങനെ ചെയ്താൽ ഒരുവിധം അങ്ങനെ ഫുള്ളായിട്ട് പണിയാൽ ഒരുവിധം ടൈം ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഒന്നും കാണില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അതല്ലെങ്കിൽ ഞാൻ എന്തായാലും ഫുള്ളും പണിയണത് വെച്ചേക്കണം. ഇപ്പം തന്നെ വീഡിയോ ഒരുവിധം കൂടുതലാണ്, 14 മിനിറ്റ് ഉണ്ട് വീഡിയോ. അപ്പോൾ നമുക്ക് ഇനി ഡോറിൻ്റെ ആവശ്യമുണ്ട്. വീട്ടിൽ വെക്കാൻ നമുക്ക് ഡോറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഡോർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡോർ എടുക്കാം. ഡോറ് പിന്നെ നമ്മൾ ട്രാപ്പ് ഡോർ എടുക്കണ്ട. മറ്റേ ജനാല പോലെ നമുക്ക് വിൻഡോസ് പോലെ വെക്കാൻ ട്രാപ്പ് ഡോർ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ടോർച്ചിൻ്റെ ആവശ്യമുണ്ട് വെട്ടം കിട്ടാൻ വേണ്ടി വീട്ടിൽ. അപ്പോൾ ടോർച്ചെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, ഒരു തീയുടെ ഒരു പന്തം പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ ടോർച്ചെന്ന് ഉദ്ദേശിക്കണേ. അപ്പോൾ ഗൈസ് നമുക്ക് ലൈറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ലൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുക്കണുള്ളൂ. കാരണം ബെഡിൻ്റെ ആവശ്യമുണ്ട്, അത് നമ്മൾ എടുക്കണം. രാത്രി ആണെങ്കിൽ മാത്രം നമ്മൾ ബെഡ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. എന്താണെന്ന് വെച്ചാൽ ബെഡ് എടുക്കുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അപ്പോൾ രാത്രി ആവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെ ആവാനാണ് നമ്മൾ ബെഡ് എടുത്ത് വെക്കണത്. അപ്പോൾ അതിന്ന് ഒരു ആവശ്യമുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് ബെഡ് എടുക്കണം. അപ്പോൾ നമുക്ക് ബെഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ലൊക്കേഷനിലേക്ക് പോകാം. അതാണ് നമ്മൾ ഇവിടെ ചെറിയൊരു ലാഗ് ഉണ്ട്, അതാണ് ഇപ്പോൾ അവിടെ വരാത്തുണ്ട്. എന്നാലും മഞ്ഞുണ്ട് ഗൈസ്, പെട്ടെന്ന് തന്നെ മഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു വാട്ടർ ബോഡി, അത് ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ, വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് വുഡ് പ്ലാങ്ക്സ് നമ്മളിവിടെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ ബേസ്മെൻറ്റ് ഉണ്ടാക്കണം. ആ ബേസ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ നിന്ന് ശരിക്കും ഈ ഗ്രീൻ മറ്റേ ഗ്യാസി ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഒരുവിധം കളയും. അപ്പോൾ അതിന്മേൽ നമ്മൾ ഡേർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഡേർട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഡേർട്ടുള്ള ഭാഗം മാത്രമായിട്ട് നമ്മളൊന്ന് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് നിരപ്പാക്കി ഇടണം. എന്നാലാണ് നമുക്കത് വേഗം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇവിടെ ശരിക്കും നിരപ്പാക്കി ഇടണം. അതുകൊണ്ട് ചെറിയൊരു സ്പീഡിൽ ഞാൻ ചെയ്യാണ്, ടൈം ലാപ്സ് വേഗം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ബേസ്മെൻറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയം അവിടെ ഒരുവിധം ഗ്രാസ് ഡേർട്ട് കളഞ്ഞിട്ട്, ഇപ്പോൾ ഇവിടെ ഗ്രാസ് ഡേർട്ട് ഇല്ല. ഗ്രാസ് ഡേർട്ട് നിൽക്കുന്നിടത്ത് അടിയിൽ നമ്മൾ ഡേർട്ട് വയ്ക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മേളിലാണ് നമ്മൾ പ്ലാങ്ക്സ് വയ്ക്കുന്നത്. പ്ലാങ്ക്സ് വെച്ചിട്ട് ഒരു ബേസ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ വാട്ടറിൻ്റെ ഇച്ചിരി വെള്ളത്തിനോട് ചേർന്ന് നമ്മൾ അവിടെ ഡേർട്ട് ഇവിടെയുള്ള ഗ്രാസ് ഡേർട്ടൊക്കെ നമ്മൾ ഒരുവിധം പൊളിച്ച് കളഞ്ഞിട്ടാണ് നമ്മുടെ ഡേർട്ട് വെക്കണം. ഡേർട്ട് വെച്ചിട്ട് ആ ബേസ്മെൻറ്റും ഉണ്ടാക്കണം. എന്നിട്ടാണ് നമ്മൾ വലിയ ബേസ്മെൻറ്റ് നമ്മളൊരു അടിത്തറ പോലെ നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് അത് ആക്കിലേക്ക്. അപ്പോഴേക്കും ഞാൻ ടൈം ലാപ്സ് വയ്ക്കണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ വുഡ് പ്ലാങ്ക്സ് ഡാർക്ക് ഓക്ക് വുഡ് പ്ലാങ്ക്സ് നമ്മളവിടെ പ്ലേസ് ചെയ്ത് ആ വലിയ ബേസ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മുടെ വാട്ടറിനോട് ചേർന്നിട്ടുള്ളൊരു വുഡ് പ്ലാങ്ക്സ് ആണ്. അപ്പോൾ നമ്മൾ അത് ചെയ്തെടുക്കണമെന്ന് നമ്മളൊരു വലിയ ആ വാട്ടറിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മളപ്പോൾ അത് ചെയ്യണത്. രാത്രി ആവുന്നുണ്ട് കാശ്. അപ്പോൾ നമുക്ക് എന്തായാലും രാവിലെ ആക്കാനുണ്ട്. അപ്പോൾ ആ സമയം വിവിധം നീട്ടം നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് വേണം നമ്മൾ ആ സൈഡ് നമ്മൾ ഒരുവിധം നമ്മൾ എടുത്തപ്പോൾ അത്ര നീട്ടം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ സൈഡിലൂടെ നമ്മൾ വീണ്ടും എടുക്കണത്. അപ്പോൾ നമുക്ക് വീണ്ടും എടുക്കാം. പിന്നെ രാത്രിയായി. ഞാൻ പിന്നെ നിങ്ങൾക്കൊന്നും പെട്ടെന്ന് ഒരുവിധം അങ്ങനെ ആക്കിയിട്ട് രാവിലെ ആക്കാമെന്ന് ഓർത്തു. അതുകൊണ്ടാണ് അപ്പോൾ ഒരുവിധ ഷേപ്പായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ വാട്ടറിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ നമ്മുടെ ഇത് നിർമ്മിച്ചെടുക്കാം. വീടിൻ്റെ ഇത് അടിത്തറ. അപ്പോൾ ഇനി നമുക്ക് രാവിലെ ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബെഡിൽ നിന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ബെഡ് എടുത്ത് വെച്ചിട്ടുണ്ടായില്ല ഞാൻ.
എപ്പോഴും നിങ്ങളൊരു ബെഡ് കയ്യിലിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും രാവിലെ ആക്കുമ്പോൾ രാത്രി പണി ചെയ്യുന്നതിൻ്റെ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ആ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടില്ല. നമുക്ക് ആ രാവിലെ ഒന്ന് വേഗം ആക്കാം ബെഡ് വെച്ചിട്ട്. അപ്പോൾ ബ്ലാക്ക് ബെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം രാവിലെ ഒന്ന് ആക്കാം. ഓപ്പൺ ചാറ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടപ്പോൾ ഞാൻ ആ ബെഡ് വേണ്ട ഞാൻ രാവിലെ ആയാലോ രാത്രി ആയാലോ ഇതിങ്ങനെ ഓരോന്ന് ആ ഷേപ്പിൽ ഞാൻ വെച്ച് പോവാണ് ഗൈസ്. ബെഡല്ലല്ലോ, ആ പ്ലാങ്ക്സ് നമ്മൾ ആ വാതിലിൻ്റെ അവിടെയുള്ള ചേർന്ന് വാതിൽ വയ്ക്കാനുള്ള ഒരു ഭാഗം മാത്രം നമ്മൾ പണിതെടുക്കണേ. അപ്പോൾ പിന്നെ ഒരു തോന്നുന്നു എനിക്ക് ഇവിടെയും കൂടി നമ്മുടെ വുഡ് പ്ലാങ്ക്സ് വെക്കണമെന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂടി വെച്ച് അതെ നമുക്ക് ഇവിടെയും കൂടി വുഡ് പ്ലാങ്ക്സ് വെക്കണ്ട. എത്ര ഇത് കിട്ടില്ല വീട് പണിയാനുള്ള. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അത് പണിതതിന് ശേഷം നോക്കാം. അപ്പോൾ ഒരുവിധം ഫുള്ളായിട്ട് നമ്മൾ പണിയുള്ള അടുത്ത പാട്ടിലാണ് മറ്റേത് ഉണ്ടാവുള്ളൂ. നമുക്ക് ഇവിടെ പണി തീർക്കാം. നമ്മളിവിടെ നമുക്ക് നമ്മുടെ വാതിൽ വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഡോറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും എന്നാണ് നമ്മളെ ഒരു വീടിൻ്റെ ഷേപ്പിൽ നമ്മൾ വെക്കണേ. ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ ഫൗണ്ടേഷൻ നമുക്ക് പണി തീർക്കണം. ഇനി ഇത്ര ഉള്ളൂ നമ്മളിപ്പോൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ബാക്കി അടുത്ത വീഡിയോയിലും മറ്റേ മോഡിഫിക്കേഷനും കാര്യങ്ങളും വന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.